നമസ്കാരം. അങ്ങനെ രാജസൂയ യജ്ഞം കഴിഞ്ഞ് ഹസ്തിനപുരത്തിൽ തിരിച്ചെത്തി കൗരവർ. അവിടെ തിരിച്ചെത്തിയ കൗരവരുടെ ഹൃദയത്തിലെ പാണ്ഡവരോടുള്ള വൈരാഗ്യം ക്രമാതീതമായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. കാരണം എന്താ? ധർമ്മപുത്രരുടെ ശ്രേയസ്കരമായിട്ടുള്ള ഐശ്വര്യവും പ്രതാപവും സർവജന സംപ്രീതിയൊക്കെ കണ്ടിട്ട് ദുര്യോധനാദികൾക്ക് ഭയങ്കരമായ അസൂയയാണ്. മാത്രമല്ല, മയനിർമ്മിതമായിട്ടുള്ള ആ ഇന്ദ്രപ്രസ്ഥം കണ്ടിട്ട് അവർക്ക് സ്ഥല ജലഭ്രമം പോലും ഉണ്ടായി. അത്രയ്ക്കും മനോഹരമായ, സങ്കീർണമായ, വളരെ വിശാലമായ, അത്ഭുതാവഹമായിട്ടുള്ള ഒരു പുരമാണത്. അപ്പോൾ അങ്ങനെ ഒരസൂയ വേറെയുണ്ട്. കാരണം ഇത്രയും വലിയൊരു പുരം, ഒരു കൊട്ടാരം അവർക്ക് സ്വന്തമായല്ലോ എന്നുള്ളൊരു വിദ്വേഷവും വിഷമവും അസൂയയും ഒക്കെ കൂടിക്കലർന്നൊരു വികാരമുണ്ട്. അതല്ലാതെ തന്നെ ആ സ്ഥലജലഭ്രമം ഉണ്ടായപ്പോൾ കുറച്ച് ഗോഷ്ഠികളൊക്കെ കാണിക്കേണ്ടി വന്നു ദുര്യോധനെ. അത് കണ്ടിട്ട് പാഞ്ചാലിയും ഭീമനും ഒക്കെ ചിരിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ചിരി വലിയ പ്രശ്നങ്ങൾക്കാണ് പിന്നീട് വഴിവെക്കുന്നത്. നാഗധ്വജന്, ദുര്യോധനനെ വലിയ വൈരാഗ്യമാണ് ആ ചിരി കാരണം ഉണ്ടായത്. ഇനിയിപ്പോൾ ചിരിച്ചില്ലായിരുന്നുവെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും, ഓരോ കാരണങ്ങളെന്ന് മാത്രം. അപ്പോൾ ഇവിടെ പാണ്ഡവരോടുള്ള വൈരാഗ്യം ഇങ്ങനെ വർദ്ധിച്ച് അപ്പോൾ അവരെ എങ്ങനെയാണ് തോൽപ്പിക്കേണ്ടത്, പരാജയപ്പെടുത്തേണ്ടത് എന്ന് ആലോചിച്ചിട്ട് രാജ്യം പിടിച്ചടക്കി അവരെ നാട്ടിൽ നിന്നും നിഷ്കാസനം ചെയ്യുക, അതാണ് മാർഗം, അതാണ് ഒരു വഴിയെന്ന് ദുര്യോധനൻ തീരുമാനിച്ചിട്ട് കപടനും ചതിയനുമായിട്ടുള്ള അമ്മാവൻ ശകുനി ആയിട്ട് ആലോചിക്കുകയാണ്. അപ്പോൾ ശകുനിയുടെ നിർദ്ദേശപ്രകാരം പാണ്ഡവരെ ചൂതുകളിക്ക് ക്ഷണിച്ചു. ദ്യൂതത്തിലെ ശകുനി ചതി പ്രയോഗിച്ച്, കള്ളക്കളി കളിച്ച് യുധിഷ്ഠിരനെ തോൽപ്പിച്ചു. അതൊക്കെ നമുക്കറിയുന്ന കാര്യമാണല്ലേ. ഞാൻ ഭാഗവതത്തിലെ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് ഈ വക ഡീറ്റെയിൽസിലേക്ക് ഇപ്പോൾ പോകണില്ല, അത് പിന്നീട് പറയാം. അപ്പോൾ ഇവിടെ ഈ ദ്യൂതത്തിൽ ചൂതുകളിയിൽ തോൽപ്പിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ദുര്യോധനന് നാട് മുഴുവൻ അവകാശപ്പെട്ടു എന്ന് മാത്രമല്ല, പാണ്ഡവരും പാഞ്ചാലിയും ധൃതരാഷ്ട്രപുത്രന്മാരുടെ അടിമകളായി തീരുകയും ചെയ്ത കാര്യം നമുക്കറിയാവുന്നതാണ്. അങ്ങനെ 12 വർഷത്തെ വനവാസം, 1 വർഷത്തെ അജ്ഞാതവാസം എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പാണ്ഡവർക്ക് അവരുടെ രാജ്യം നിരുപാധികം വിട്ടുകൊടുക്കാം. അതായിരുന്നു ദുര്യോധനൻ വെച്ച കരാറ്. അപ്പോൾ രാജസൂയ സഭാതലത്തിൽ ഇങ്ങനെ ഒരു ഭ്രമം, സ്ഥലജലഭ്രമം വന്നപ്പോൾ തങ്ങൾക്ക് പറ്റിയ അമളി കണ്ടിട്ട് ചിരിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ പാഞ്ചാലിയോട് ഭയങ്കര വൈരാഗ്യമാണ്. അത് തീർക്കാൻ വേണ്ടിയിട്ട് പാണ്ഡുപുത്രന്മാരെ നാണം കെടുത്താനും കൂടെ നിറഞ്ഞ രാജസഭാ അങ്കണത്തിൽ വെച്ചിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? പാഞ്ചാലിയെ, ദ്രൗപദിയെ വസ്ത്രാക്ഷേപം ചെയ്യുന്നത്. പരസ്യമായി വസ്ത്രാക്ഷേപം ചെയ്ത് അപമാനിക്കാൻ ദുര്യോധനൻ കൽപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൽ കർണനൊരു വലിയ പങ്കുണ്ട്. കർണനാണ് യഥാർത്ഥത്തിൽ അത്ര വലിയ കൽമഷം ഇല്ലാതിരുന്ന ദുര്യോധനൻ്റെ മനസ്സിലേക്ക് ഓരോന്ന് കുത്തി നിറയ്ക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് രജസ്വലയായിരുന്ന ദ്രൗപദിയുടെ തലമുടി കുത്തിപ്പിടിച്ച് വലിച്ചിഴിച്ച് സദസ്സിൽ കൊണ്ടുവന്ന് അവളുടെ വസ്ത്രങ്ങൾ അനുജനായ ഈ ദുര്യോധനൻ്റെ അനുജനായിട്ടുള്ള ദുശാസനൻ അഴിക്കാൻ തുടങ്ങിയ കാര്യം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ താടനങ്ങളോടുകൂടിയ ആ ദുഷ്ടൻ്റെ വസ്ത്രാക്ഷേപ ദുഷ്കൃത്യത്തിൽ നിന്നും തന്നെ രക്ഷിക്കണമെന്ന് പാഞ്ചാലി എല്ലാവരോടും, അവിടെ ഇരുന്ന ഈ പിതാമഹന്മാരുണ്ട് അല്ലേ, ഭീഷ്മരുണ്ട്, ദ്രോണരുണ്ട്, എന്തിനാ ധൃതരാഷ്ട്രരുണ്ട് രാജാവായിട്ട്, അവരോടെല്ലാം കരഞ്ഞപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും ചെവി കൊണ്ടില്ല. ഒടുവിലെ രക്ഷയ്ക്കായിട്ട് ആരാ എത്തണത്? ശ്രീകൃഷ്ണ ഭഗവാൻ. കരുണാവാരിധിയായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ വിളിച്ച് അവൾ കരയാൻ തുടങ്ങി. കൃഷ്ണ, ആപദ് ബാന്ധവ, കാരുണ്യരത്നാകരമേ, കൃപാവാരിധേ, ദീനജന വത്സല, നീയും എന്നെ കൈവെടിഞ്ഞോ? ഭഗവാനെ, ലോകം മുഴുവനും നിറഞ്ഞ കണ്ണുകളോടുകൂടിയ നെന്തിരുവടി ഇത് കാണുന്നില്ലേ? അപ്പോൾ ലോകത്തെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ ഭഗവാൻ. ലോകം മുഴുവൻ അദ്ദേഹത്തിന് കണ്ണുണ്ട്. അപ്പോൾ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അങ്ങ് എൻ്റെ ഈ അവസ്ഥ കാണുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ദ്രൗപദി. നിൻ്റെ പാദദാസിയായിട്ടുള്ള എന്നെ ഈ വിധം കൈവെടിഞ്ഞോ നീയേ?
എൻ്റെ ഭർത്താക്കന്മാരെ അടിമകളായി ഇരുത്തിക്കൊണ്ട് എന്നോട് കാണിക്കുന്ന ഈ ക്രൂര വിനോദത്തിന് ഭഗവാനെ നീ ഒരാൾ മാത്രമാണ് സാക്ഷി. പ്രാണദായക, കൃഷ്ണയുടെ കൃഷ്ണ, എന്നെ കൊല്ലാകൊല ചെയ്യാൻ അനുവദിക്കാതെ എൻ്റെ പ്രാണനെ അവിടുന്ന് എടുക്കണേ. മുകുന്ദ, മുരാരേ, ദുഷ്ടനായ ദുശ്ശാസനൻ്റെ വസ്ത്രങ്ങൾ അഴിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാനിതാ ഇവിടെ പൂർണ്ണ നഗ്നയാകാൻ പോവുകയാണ്. ബഹുജനമധ്യേ ഒരു സാധ്വിയെ പൂർണ്ണ നഗ്നയാക്കി നിർത്തി അപമാനിക്കാൻ അങ്ങും കൂട്ടു നിൽക്കുകയാണോ ഭഗവാനെ? അങ്ങനെ ഉച്ചത്തിൽ പൊട്ടിക്കരയാണ്. എന്നിട്ട് കൃഷ്ണ പരമാത്മാവിനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് കൃഷ്ണ. അപ്പോൾ ഈ സമയത്ത് ദ്വാരകയിലെ രുക്മിണിയുടെ മണിമഞ്ചത്തിലെ പള്ളിക്കുറുപ്പ് കൊള്ളുന്ന ഭഗവാൻ ആ വിളി കേട്ടു ഞെട്ടി ഉണർന്നു എന്നാണ് പറയണത്. ഭക്തവാത്സല്യത്താൽ രോമാഞ്ചമണിഞ്ഞ ആ മുക്തിപ്രദൻ്റെ ഹസ്തങ്ങൾ, കൈകൾ രണ്ടും മേൽപോട്ടുയർന്നു. ആകാശത്തിൽ വെൺമേഘശകലങ്ങൾ പോലെ വസ്ത്രങ്ങൾ പറന്നകന്ന് പാർഷദിയുടെ, ദ്രൗപദിയുടെ അരയിൽ ചെന്ന് ചുറ്റിത്തുടങ്ങി. വസ്ത്രങ്ങൾ അഴിച്ചഴിച്ച് ദുശ്ശാസനൻ്റെ കൈകൾ കുഴഞ്ഞു. പിന്നെയും പിന്നെയും പാഞ്ചാലിയുടെ അരയിൽ പൂഞ്ചേലകൾ വന്ന് ചുറ്റുന്നത് കണ്ട് അവൻ ചഞ്ചല ചിത്തനായി, ആകെ കൺഫ്യൂസ്ഡായി. ഇതെന്താ ഇത്? അതിൽ നിന്നും അവസാനം ആ ജോലിയിൽ നിന്നും വിരമിക്കുകയാണ്. എന്തൊരു ഭക്തവാത്സല്യമായിരുന്നു അല്ലേ ഭഗവാൻ അപ്പോൾ പ്രകാശിപ്പിച്ചത്. അപ്പോൾ ഈ വസ്ത്രാക്ഷേപം പറയുന്ന സമയത്ത് ഈ പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ സാറിൻ്റെ ഒരു ഗ്രന്ഥമുണ്ട്, മഹാഭാരത പര്യടനം. അതിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതും കൂടെ ഇവിടെ ഒന്ന് ഉദ്ധരിക്കാം. അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ അത് പറയാമെന്ന് വെച്ചത്. പിതൃസമന്മാരും ആചാര്യന്മാരും രാജാക്കന്മാരും സഹോദരന്മാരും ജ്ഞാതികളും പരിചയക്കാരും കൂടിയിരിക്കുന്ന ഒരു വിപുലമായിട്ടുള്ള സദസ്സ്. അതിലേക്ക് സാധാരണഗതിയിലെ അന്തപുരത്തിൽ നിന്നും പുറത്തിറങ്ങേണ്ടാത്ത അതും സൗന്ദര്യത്തിനെ ത്രൈലോക്യ വിശ്രുതിയാർന്ന, എല്ലാവരും അറിയും സൗന്ദര്യം, സാമർഥ്യം എല്ലാവിധത്തിലും വളരെ പ്രശസ്തയായിട്ടുള്ള ഒരു മഹാചാരിത്രവതിയെ അവളുടെ ഭർത്താക്കന്മാർ സത്യത്തിൻ്റെ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് മൂകസാക്ഷികളായിട്ട് അവളുടെ മുമ്പിൽ സ്ഥിതി ചെയ്യുകയാണ്. ആ സമയത്ത് അവൾക്കുണ്ടാവുന്ന രോഷം, താപം, ലജ്ജ, വിഷമം, അതിനെയൊക്കെ മാറി മറിയുന്ന ഭാവവൈവർണ്യമുണ്ടല്ലോ, ഒടുവിലത് പൊട്ടിച്ചിതറുകയാണ്. അപ്പോൾ അതിൻ്റെ ചിത്രീകരണമാണ്. അതിനുവേണ്ടി വ്യാസൻ പ്രയോഗിച്ചിട്ടുള്ള ഒരു ആഖ്യാന വിദ്യയാണ് ഈ ദ്രൗപദി വസ്ത്രാക്ഷേപം. യജ്ഞവേദിയുടെ മഹാവിശുദ്ധിയിൽ നിന്നും ജനിച്ചവളാണല്ലേ ദ്രൗപദി. അപ്പോൾ ദ്രൗപദിയുടെ സ്ത്രീത്വ അഭിമാനത്തിൻ്റെ വിജൃംഭണമാണ് അവളുടെ അഴിച്ചു തീർക്കാനാവാത്ത വസ്ത്രം. അല്ലാതെ രജസ്വലയായിട്ടുള്ള അവൾ ഉടുത്തിരിക്കുന്ന ഒറ്റ വസ്ത്രമല്ല. അതൊരു വലിക്ക് ഉലിഞ്ഞു കളയാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഏതോ നെയ്ത്തുകാരൻ നെയ്തെടുത്ത വസ്ത്രം, വെറും തുണി. പക്ഷേ ചാരിത്രവതിയുടെ സ്വാഭിമാനം അഴിച്ചെടുക്കാവുന്ന വസ്ത്രമല്ല. അത് പല നിറത്തിൽ പല പകിട്ടിൽ പീഡിപ്പിക്കും തോറും പുറത്തേക്ക് പ്രകാശിച്ചു കൊണ്ടേയിരിക്കും. അഭിമാനം എന്ന് പറഞ്ഞാൽ അത് ആത്മബോധത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അപ്പോൾ യജ്ഞവേദിയിൽ നിന്നും ജനിച്ചവൾക്ക് ആത്മബോധം ഉണ്ടാവുക എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ആത്മബോധമാണ് കൃഷ്ണൻ, അവൾക്കുണ്ടാവുന്ന ആത്മബോധം. അപ്പോൾ ഗീത ഉപദേശിച്ച ജീവൻ മുക്തൻ, ആത്മബോധത്തിൻ്റെ സ്വയം പ്രകാശനം, പരമാത്മാവായിട്ടുള്ള കൃഷ്ണൻ്റെ പ്രത്യക്ഷീഭാവമാണ്. ഇതാണ് കൃഷ്ണൻ ഈ അഴിച്ചാൽ തീരാത്ത വിധം വസ്ത്രം പ്രദാനം ചെയ്തു എന്നതിൻ്റെ തത്വചിന്താപരമായിട്ടുള്ള, അതേസമയം തന്നെ കലാപരമായിട്ടുള്ള ഒരു പൊരുൾ. ഇവിടെ സ്ത്രീയുടെ സ്വഭാവം ആത്മാവിൻ്റെ ഭാവം, അതാണ് സ്വഭാവം. ആത്മാവ് എന്ന് വെച്ചാൽ ആത്മാവിനാൽ വസിതമാണ് ഓരോ വ്യക്തിയും. ചുരുക്കത്തിൽ പറഞ്ഞാൽ സ്ത്രീയുടെ വസ്ത്രം അവളുടെ സ്വഭാവമാണ്. ആർക്കെങ്കിലും അപമാനിക്കണമെന്ന് തോന്നുമ്പോൾ വലിച്ചുലഞ്ഞ് അഴിക്കാവുന്നതല്ല അത്. ഇപ്പോൾ ഇവിടെ കൗരവരുടെ സമ്മതത്തിലും മറ്റുള്ളവരുടെ നിസ്സഹായതാ നാട്യത്തിലും ദുശ്ശാസനൻ ദ്രൗപദിയെ ശാരീരികവും മാനസികവുമായിട്ട് ആക്രമിക്കുകയാണ്, അപമാനിക്കുകയാണ്. അങ്ങനെ ചെയ്തപ്പോൾ അവളുടെ യഥാർത്ഥമായിട്ടുള്ള സ്വഭാവം പുറത്തു വരിക. തൻ്റെ ഭാഗം ന്യായീകരിക്കാനുള്ള യുക്തിവാദങ്ങളും സാമർഥ്യവും ഒക്കെ കൊണ്ടുവരികയാണ് അവിടെ. പുരുഷന്മാരുടേത് മാത്രമായിട്ടുള്ള സദസ്സിനെ സ്ത്രൈണമായിട്ടുള്ള അധൈര്യം അതുണ്ടാവുമല്ലോ,
ആ അധൈര്യത്തിലും അതെ, ധൈര്യമില്ലായ്മയിലും ചോദ്യം ചോദിച്ച് അസ്വസ്ഥമാക്കാൻ അവരെ മുഴുവൻ, ആ സദസ്സിനെ മുഴുവൻ, ഭീഷ്മരെ ആയാലും ദ്രോണരെ ആയാലും ധൃതരാഷ്ട്രരെ ആയാലും ചോദ്യം ചോദിച്ച് അസ്വസ്ഥമാക്കാനുള്ള ആ ഒരു കഴിവ് അവൾക്ക് അവിടെ സിദ്ധിക്കുകയാണ്. അപ്പോൾ ദ്രൗപദിയുടെ സഭയിലെ സമസ്ത പ്രകടനങ്ങളെയും സദസ്യരെ വെളിവാക്കിയ ധാർമ്മികമായിട്ടുള്ള ആ നിസ്സഹായതയെയും ഒരു കലാശില്പാക്കിയിട്ട് മാറ്റിയതാണ് വസ്ത്രാക്ഷേപം എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഇവിടെ ഈ പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിനൊരു പൂർവ്വ മാതൃക നമുക്ക് എടുക്കാൻ പറ്റും. രാമായണത്തിലുണ്ട് അല്ലേ? അതെന്താ? സീതയുടെ അഗ്നിപരീക്ഷയാണ്. രണ്ടും ശരിക്കും ഒരേ മൂശയിൽ വാർത്തെടുത്ത ശില്പങ്ങൾ പോലെയാണ്. രൂപത്തിൽ മാത്രമേ ഉള്ളൂ വ്യത്യസ്തത, ഭാവത്തിൽ സമാനാണത്. അവിടെ സ്ത്രീത്വം അപമാനിക്കപ്പെടുക തന്നെയാണ്. അതാണ് അതിൻ്റെ സമാനത. രണ്ടും ഭർത്താക്കന്മാർ, ഒരു സ്ഥലത്ത് ഭർത്താക്കന്മാർ, ഒരു ഭർത്താവ്, അത്രയേ ഉള്ളൂ. ഒരു കാരണം, ഇതേ കാരണം തന്നെയാണ്. ഈ ധർമ്മപുത്രരുടെ സ്വഭാവത്തിൽ ഒളിഞ്ഞു കൂടിയിരുന്ന ഒരു ദ്യൂതാസക്തി ഉണ്ടായിരുന്നു ഇവിടെ. അവിടെയോ അഗ്നിപരീക്ഷയ്ക്ക് രാമന് മനഃശാസ്ത്രപരവും യുക്തിപൂർവവുമായിട്ടുള്ള ഒരു കാരണമുണ്ടെങ്കിലും ഈ ചാരിത്ര്യ സംശയം ആണല്ലോ അതിൻ്റെ പേര്. ഈ ഹസ്തിനാപുരത്തിലെ ദ്യൂതസഭയിൽ നിർവസ്ത്രയാക്കപ്പെടുന്ന പാഞ്ചാലിക്ക് വസ്ത്രങ്ങൾ കൊടുക്കാൻ ദ്വാരകയിൽ നിന്നിട്ട് കൃഷ്ണൻ അപ്പം തന്നെ വന്ന് എങ്ങനെ കൊടുക്കും അല്ലേ? ആലോചിച്ച് കഴിഞ്ഞാൽ അതിന് യാതൊരു ഉത്തരവുമില്ല. അപ്പോൾ എന്താ, എത്ര അഴിച്ചിട്ടും ചുറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദ്രൗപദിയുടെ വസ്ത്രം ഒരിക്കലും അഴിച്ചെടുക്കാനാവാത്ത അവളുടെ സ്വഭാവമാണ്. അവളുടെ സ്വഭാവ ഹത്യയ്ക്ക് കൗരവന്മാർ ശ്രമിച്ചപ്പോൾ ദുർവൃത്തന്മാരുടെ പാപവൃത്തികൾ കൊണ്ട് കളങ്കപ്പെടുത്താവുന്നതല്ല അതിൻ്റെ ഉദാത്തമായ മഹാത്മ്യമെന്ന് സദസ്സിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ദ്രൗപദി അവിടെ ചെയ്തത്. അതാണ് കൃഷ്ണൻ, ആ ശക്തിയാണ് കൃഷ്ണൻ. ഇതാണ് പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിൻ്റെ യാഥാർത്ഥ്യം. യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായിട്ട് ആവിഷ്കരിച്ചാൽ അത് കലയാവില്ലല്ലോ. അപ്പോൾ ഇന്ന് ഇത്ര മാത്രം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.